എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. സത്യത്തിൽ ഇത് സ്വകാര്യമായിട്ട് ചോദിക്കേണ്ടതാ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. എല്ലാം അറിയാൻ കടമപ്പെട്ടവരാ എല്ലാവരും. അതുകൊണ്ട് മറച്ചു വെക്കാതെ ചോദിക്കുക, ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? എന്ത് പ്ലാൻ? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ കാര്യം തന്നെയാ അച്ഛൻ ഉദ്ദേശിച്ചത്. കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമല്ലല്ലോ മോനെ, കുഞ്ഞുങ്ങൾ കൂടി വേണ്ടേ? അമ്മേ, നീ ഒച്ച വെക്കണ്ട. നിനക്ക് 2 മക്കളുണ്ട്. അവർക്ക് തിരിച്ചറിവിന്റെ പ്രായവുമായി. പക്ഷെ സിദ്ധാർത്ഥന് സ്വന്തമായ ഒരു കുഞ്ഞു വേണമെന്ന് അവനും ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ചിങ്ങനെ പറയുന്നത് കൊണ്ട് നാണക്കേടൊന്നും വിചാരിക്കണ്ട. മാലതി പറഞ്ഞ സത്യം തന്നെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവരെന്നെ കടിച്ചു കയറാൻ വരും. ഇപ്പം നിങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക, നിങ്ങൾക്കിനി ഒരു കുഞ്ഞുകൂടി വേണം, എത്രയും വേണം. അമ്മേ, അപ്പൊ എന്റെ മക്കള്? അവര് നിന്റെ മക്കള് തന്നെ, അല്ലെന്നാരും പറഞ്ഞില്ല. പക്ഷേ സ്വന്തം രക്തത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞുകൂടി വന്നാൽ മാത്രമേ സിദ്ധാർത്ഥനും നീയും തമ്മിലുള്ള ബന്ധം ദൃഢമാവൂ. മോൻ എന്താ ഒന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ? ഞാനത് അരുന്ധതിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്തേക്കു. പക്ഷേ എന്റെ മനസ്സിൽ വേറൊരു പ്ലാനുണ്ട്. ഇതുവരെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എന്താ സിദ്ധുവിന്റെ ഉള്ളിലെ പ്ലാൻ? 6 മാസം കഴിഞ്ഞ ഞാൻ US-ലേക്ക് മടങ്ങിപ്പോകും. അവിടെ നിന്ന് എനിക്കൊരു നല്ല ഓഫറുണ്ട്. അരുന്ധതിയെ കൂടെ ഒപ്പം കൊണ്ടുപോകാനാ എന്റെ പ്ലാൻ. അത് നന്നായി. കുറച്ചുനാൾ ഇവിടുന്നൊന്ന് മാറി നിൽക്കാൻ സാധിച്ചാൽ അത് നല്ലതാ. ഇനി അത് വേണ്ട രാജേട്ടാ. ഇനി അവിടെ പോയിട്ട് എന്ത് സമ്പാദിക്കാനാ? ഇവർക്ക് ആവശ്യമുള്ളതും അതിലധികവും ഇപ്പൊ തന്നെ ഇവിടെ ഇല്ലേ? ഇവർക്കൊരു കുഞ്ഞുണ്ടാവുന്നതും അതിനെ താലോലിക്കുന്നതും ഒക്കെ നമ്മുടെ ആഗ്രഹമല്ലേ രാജേട്ടാ? അത് സാധിച്ചേരേണ്ട കടമ ഇവർക്കില്ലേ? ലക്ഷ്മി പറഞ്ഞതാ ശരി. മോൻ ഇനി ഒരുപാട് ദൂരത്തേക്കങ്ങ് പോകണ്ട. അമ്മേ, അമ്മ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ലോകം ഒരുപാട് വലുതാണ്. എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളും അതുപോലെ വലുതാണ്. എന്തായാലും എനിക്ക് പോയേ പറ്റൂ. പോകുമ്പോ അരുന്ധതിയും കൂടെ ഒപ്പം വേണമെന്ന എന്റെ ആഗ്രഹം. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ മതി. അരുന്ധതിയും മോൻ്റെ ഒപ്പം തന്നെ വരും. അല്ല മോളെ? അവക്ക് സമ്മതം മോനെ. മോൻ അതിനുള്ള കടലാസൊക്കെ നീക്കിക്കും. അവക്ക് പോകാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സിദ്ധാർത്ഥൻ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. എന്നിട്ടാണോ അങ്ങനെ പറഞ്ഞത്? എന്നെ അമേരിക്കയിൽ കൊണ്ടുപോകുന്നെന്ന് അവരോട് കള്ളം പറഞ്ഞ എന്തിനാ? ആര് കള്ളം പറഞ്ഞു? ഞാൻ പറഞ്ഞ സത്യം തന്നെ. തന്നെ കൂടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പൂർണ്ണ സമ്മതമാടോ. എന്താ, വരുന്നോ? അങ്ങനെയാവുമ്പോ നമുക്ക് ഈ നാടകം അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യാം. അവിടെയാവുമ്പോ ചോദ്യങ്ങൾ ചോദിച്ച് തന്റെ പിന്നാലെ ആരും വരില്ലല്ലോ. പിന്നെ എന്നെങ്കിലും തിരിച്ചു പോരണമെങ്കിൽ അതുമാവാം. സിദ്ധാർത്ഥൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്റെ മക്കളെ ഉപേക്ഷിച്ച് എനിക്കൊരു ജീവിതമില്ല. അതെനിക്കറിയാം. പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നമ്മുടെ അഭിനയത്തിനൊരു വിശ്വാസ്യത വേണ്ടേ? എടോ, അവർ ഈ വീട്ടിൽ 2 ദിവസം താമസിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അഭിനയം അവരുടെ മുന്നിൽ പൊളിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ ചില നാടകങ്ങൾ കൂടി വേണം. എടോ, താനൊരു അമേരിക്കയിലേക്കും വരണ്ട. പക്ഷെ രഹസ്യങ്ങൾ അന്വേഷിച്ച് എന്റെ ഭൂതകാലത്തിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. അത് തനിക്ക് നല്ലതല്ല. ഓ, അത് ശരി. അപ്പൊ അവളൊന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. അത് വേണം. അങ്ങനെ ഭയപ്പെടുത്തി വേണം അവളെ നിർത്താൻ. സർ, എന്താണ് അതിവിടെ പറഞ്ഞ? സാറേ, ആ ഉമ്മയും മോളും വന്നിട്ടുണ്ട്. ആ, വരാൻ പറ. സാറ് വിളിച്ചത് നല്ല ബെസ്റ്റ് ടൈമിൽ തന്നെ.
ഇതേടെ ആ തള്ളയും മോളും വന്നിട്ടുണ്ട്. അത് ഞാൻ ഏറ്റു. എന്തായാലും ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. ശരി, ഞാൻ വിളിക്കാം. വരൂ സർ. താമസിക്കാം. പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ. കൊള്ളാം, നിങ്ങൾ നല്ല കൃത്യനിഷ്ഠയുള്ളവരാ. ഇരിക്കി. അയ്യോ, ഇരിക്കി ജസ്ന. പരാതിക്കാരായിട്ട് സ്റ്റേഷനിൽ വരുന്ന സ്ത്രീകളോട് ബഹുമാനപൂർവ്വം മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. ഇരിക്കി ജസ്ന. എന്തിനാ ജിസ്ന വയസ്സുകാലത്ത് ഈ ഉമ്മയെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചഴിച്ചത്? ഞാൻ തന്നോട് മാത്രമല്ലേ വരാൻ പറഞ്ഞു? പേടികൊണ്ടാ സാറേ ഞാനും കൂടി വന്നത്. പണ്ടൊരിക്കൽ അരുന്ധതിയെ ഇവളെയും കൂടി സാറ് പോലീസ് സ്റ്റേഷനിലോട്ട് പിടിച്ചോണ്ട് വന്നത് ഞങ്ങൾ മറന്നിട്ടില്ല സാറേ. ഓ, അത് ശരി. അയ്യോ, അത് വേറെ, ഇത് വേറെ. എനിക്ക് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ അറിയണം. ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ കുട്ടിയെ അറിയിക്കണം. കാരണം ഈ കുട്ടിയാണല്ലോ പരാതിക്കാരി. അപ്പൊ പിന്നെ സംശയം മാറേണ്ടത് ഈ കുട്ടിക്കല്ലേ. അതിനു വേണ്ടിട്ട് മാത്രം വിളിപ്പിച്ചതാണ്. സത്യം, പേടിക്കേണ്ട ഒരു കാര്യമില്ല. സർ. എന്താടോ? സർ, അഡ്വക്കേറ്റ് ശ്യാം കാണാൻ വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയാ വന്നത്. എന്റെ ദൈവമേ, വക്കീലിലേക്ക് കൂട്ടിയാണോ വന്നത്? കൊള്ളാം. വക്കീലിനോട് വരാൻ പറ. നിങ്ങളാണോ വക്കീലിനെ വിളിച്ചത്? അല്ല. ആ, അപ്പൊ ലേഖ വക്കീല് പറഞ്ഞു വിട്ടതായിരിക്കും. ആര് പറഞ്ഞു വിട്ടതായാലും കുഴപ്പമൊന്നുമില്ല. ആഹാ, വക്കീല് വന്നല്ലോ. ഇരുന്നാട്ടെ. വേണ്ട. എന്താ സാറേ, എന്താ പ്രശ്നം? എന്റെ പൊന്നു വക്കീലെ, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെന്തിനാ ഇവരെ സാർ വിളിപ്പിച്ചത്? അതൊക്കെ പറയാം. വക്കീലിനൊരു ചായ പറയട്ടെ? നോ താങ്ക്സ്. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? തണുത്ത എന്തെങ്കിലും പറയട്ടെ? ഒന്നും വേണ്ട, സാർ വിളിച്ച കാര്യം പറഞ്ഞാ മതി. അതൊക്കെ പറയാം. ആദ്യം ഞാൻ ഈ വക്കീൽ സാറിനെ ഒന്ന് വിട്ടോട്ടെ. അതെ, വക്കീൽ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇവര് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തില്ലേ, അതിന്റെ ചില സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചു എന്നേ ഉള്ളൂ. അത് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവർക്ക് പോവാം. സത്യമാണല്ലോ അല്ലേ? അമ്മയാണ് സത്യം. ബാലേന്ദ്രമേനോന്റെ അല്ല, എന്റെ സ്വന്തം അമ്മയുടെ കാര്യമാ പറഞ്ഞത്. പാവം, അവർ ചത്തുപോയി. സാറേ, ഒരു കാര്യം മാത്രം ഞാൻ സാറിനോട് പറയാം. ഇവർ ഈ പെറ്റീഷൻ കൊടുത്തതിന് പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, സത്യമുണ്ട്. അതുകൊണ്ട് ദയവ് ഇത് സാർ ഈ കേസെങ്കിലും സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഈ പോലീസ് യൂണിഫോം കിട്ടിയിട്ട് നന്മയുള്ള ഒരു കാര്യം പോലും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സാറിന് പിന്നൊരു പശ്ചാത്താപം തോന്നിയാലോ. അതിനുവേണ്ടിയെങ്കിലും ഈ കേസ് വളച്ചൊടിക്കരുത്. ചോദിക്കാനുള്ള ചോദിച്ചിട്ട് ഇവരെ വിട്ടേക്കണം സാർ. ഞാൻ പുറത്ത് തന്നെ കാണും. നിങ്ങൾ പേടിക്കണ്ട. സാറിന് എന്താ അറിയണമെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്തേക്ക്. ചെല്ലട്ടെ സാറേ. അതങ്ങ് പൊളിച്ചു വക്കീലെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ ചെന്നാട്ട, ഇവരെ ഇപ്പൊ തന്നെ വിട്ടേക്കാം. ശരി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതെ, സത്യത്തിൽ എന്തിനാ കുട്ടി ഈ പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തത്? ഈ എമിലി എന്ന് പറയുന്ന കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താ? അത് ഞാൻ സാറിനോട് പറയേണ്ട കാര്യമുണ്ടോ സാറേ? ഹൈക്കോടതിയിൽ എന്റെ വക്കീലത് ബോധിപ്പിച്ചാ പോരെ. അപ്പോ കുട്ടി വെറും കുട്ടിയല്ല, കുറച്ച് നിയമങ്ങളൊക്കെ അറിയാം. എനിക്ക് നിയമത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല സാറേ. പക്ഷെ കൊച്ചിയിലെ വക്കീല് സോമിനാഥൻ സാർ പറഞ്ഞായിരുന്നു, ഇതിനെക്കുറിച്ച് ആര് ചോദിച്ചാലും ഒന്നും പറയണ്ട. എന്നാലും സാറ് ചോദിച്ചോണ്ട് പറയാം. എന്റെ കൂട്ടുകാരിയായ എമിലി, ആ കുടുംബവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. ഓ, അത് ശരി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. ഈ കൂട്ടുകാരിയോടുള്ള ആത്മാർത്ഥത എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ അതൊന്ന് ചോദിച്ച് ക്ലിയർ ചെയ്തേക്കാം. ആ കൊച്ചിന്റെ പപ്പ, നമ്മുടെ എമിലിയുടെ പീറ്റർ ജോൺ. എന്നാ നമുക്ക് സ്പീക്കർ മോഡിലിടാം. ഹലോ, ആരാ? ഞാൻ SI സുഗുണപാലനാ. മനസ്സിലായോ? മനസ്സിലായി, പറയൂ സാർ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ വിളിച്ചത്. എന്താ സാർ? ഹൈക്കോടതിയിൽ നിങ്ങളുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്ത ആ ജിസ്ന എന്ന് പറയുന്ന കുട്ടിയെ നിങ്ങൾക്കറിയാവോ? ഇല്ല സാർ. അവരുമായിട്ട് ഒരു പരിചയം പോലും ഇല്ല? ഇല്ല സാർ, ആ കുട്ടിയെ ഞങ്ങൾക്കറിയില്ല. പക്ഷേ
ആ കുട്ടി പറയുന്നു അവൾ നിങ്ങളുടെ മകളുടെ കൂട്ടുകാരിയാണെന്ന്. എന്ന പേരിൽ അവൾക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നതായി ഞങ്ങൾക്കറിയില്ല സാർ. ഓക്കെ, താങ്ക്സ്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ശരി സാർ. കേട്ടല്ലോ. പിന്നെ എന്തിനാ കള്ളം പറയുന്നത്? എന്തിനു വേണ്ടി അരുന്ധതി നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? നേരത്തെ വക്കീല് പറഞ്ഞ ആ വ്യക്തമായ ലക്ഷ്യമില്ലേ, ആ കാരണം അതിങ്ങോട്ട് പറഞ്ഞാട്ടെ. എന്നിട്ട് വേഗം വീട് പിടിക്കാൻ നോക്കാം. പറയില്ല സാർ, അത് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. കാണാതായ ആളിനെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാനല്ലേ സാറിന് കിട്ടിയ ഉത്തരവ്. സാർ അതങ്ങ് നടപ്പാക്കിയാൽ മതി. അല്ലാതെ പെറ്റീഷൻ കൊടുത്തതിന്റെ കാരണം എന്താന്ന് അന്വേഷിച്ച് സമയം കളയാൻ നിൽക്കണ്ട. അപ്പോ കുട്ടി അത് പറയത്തില്ല? ഇല്ല. അപ്പൊ പിന്നെ എന്താണ് ഒരു വഴി? എന്നാലും ഉമ്മയും മോളും കൂടി ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. പക്ഷേ പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഒന്നും ചെയ്യാനില്ല. ഇനി അമേരിക്കയിലും ഞാൻ എന്റെ മോളെ വിടില്ല. നിനക്ക് അമേരിക്കയിൽ പോണോ മോളെ? എനിക്ക് ഈ നാട് വിട്ട് ഒരിടത്തേക്കും പോകുന്നത് ഇഷ്ടമല്ല. അതിപ്പോ സിദ്ധാർത്ഥൻ ഇങ്ങനെ നിർബന്ധിച്ച് പറയുമ്പോ നമ്മൾ എന്താ മറുപടി പറയുന്നത്? അതൊക്കെ ഇനി ഇവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എന്താടി, നിനക്ക് പറ്റില്ലേ? ഞാൻ ശ്രമിക്കാം. എന്റെ പൊന്നമ്മച്ചി, എനിക്ക് ഈ വിമാനത്തിൽ കയറുന്നതേ ഭയങ്കര പേടിയാ. ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും പറ്റിയ ശവമെങ്കിലും കിട്ടും. ഈ ആകാശത്ത് വെച്ചൊക്കെ പൊട്ടിത്തെറിച്ച് പോയാലേ പൊടി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ചേച്ചി പോണ്ട. നിർബന്ധമാണെങ്കിൽ സിദ്ധാർത്ഥനും പോയിട്ട് വരട്ടെ. ആഹാ, മെറ്റിൽഡ ഭയങ്കര വാചകടിയാണല്ലോ. എന്താ എന്റെ കാര്യം പറഞ്ഞത്? അതെ സിദ്ധാർത്ഥേട്ടാ, ഈ ചേച്ചിക്ക് വിമാനത്തിൽ കയറാൻ ഭയങ്കര പേടിയാ. അതുകൊണ്ട് അമേരിക്ക വരുന്നില്ലെന്ന് പറയായിരുന്നു. അയ്യോ, അതിത്ര വലിയ ചർച്ചയായോ? ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അരുന്ധതിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ പിന്നെ എന്നെ കുറ്റം പറയരുത്. എന്തിനാ മോനെ കുറ്റം പറയുന്നേ? അല്ല, ഭർത്താവ് കളഞ്ഞിട്ട് പോയെന്ന് പറയരുത്. മോനെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ നാട്ടിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ജീവിച്ചു കാണണം തന്നെ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളിലെ അച്ഛാ. എത്രയോ നാളായി ഞാൻ ആഗ്രഹിക്കുന്നതാ ഈ ഒരു പുതിയ US പ്രോജക്റ്റ്. അതിനൊരു അവസരം വന്നത് ഇപ്പോഴാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയാ എനിക്കും ഇഷ്ടം. പക്ഷേ നാട്ടിലായാലും വിദേശത്തായാലും താൻ നോക്കണ്ട, തനിക്ക് തന്റെ ഇഷ്ടം പോലെ തീരുമാനം എടുക്കാം. ഒരു മിനിറ്റ്. ഹലോ ജസ്ന, എന്തായി? ചേച്ചി, അയാൾ ഞങ്ങളോട് പിടിച്ചിരുത്തിയിരിക്കുവാ. കാരണം പറയാതെ വിടില്ലെന്ന്. നീ പേടിക്കണ്ട, ഞാനിപ്പോ വരാം. കാരണം ഞാൻ അറിയിച്ചു കൊടുക്കാം. നീ വെച്ചോ. നന്ദന ഷോപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അത്ര തിരക്കാ. സ്റ്റാഫുകളെ ഏൽപ്പിച്ച് പോകാനും പറ്റില്ല. തിരിച്ചു വരുമ്പോ ഷോപ്പ് പോലും കാണില്ല. ആരാ മോളെ വിളിച്ചത്? അത് ഒരു കൂട്ടുകാരിയാ. എല്ലാവരും ക്ഷമിക്കണം, എനിക്കൊന്ന് പുറത്തു പോണം. ഉടനെ തിരിച്ചു വരും. അത് കൊള്ളാം. ഞങ്ങൾ നിന്റെ വീട്ടിലോട്ട് വിരുന്ന് വന്നപ്പോ നീ വല്ലയിടത്തേക്കും പോകുന്നു. ഇന്നിനി നീ എങ്ങും പോകണ്ട. ഇതൊരു അത്യാവശ്യ കാര്യം അമ്മേ, ഒഴിവാക്കാൻ പറ്റില്ല. സിദ്ധു, ഞാനൊന്ന് പോയിട്ട് വരാം. നീ എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോ മോളെ. പോയിട്ട് വരട്ടെ അച്ഛാ, അയാൾക്ക് ആവശ്യമുള്ളതുണ്ടല്ലേ. അരുന്ധതി, താൻ ചെല്ല്. എന്നാ പിന്നെ മോനും ആൾക്കൊപ്പം പോയിക്കൂടായിരുന്നു. അച്ഛാ, അയാളുടെ സ്വകാര്യമായ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. അയാൾക്ക് ചെയ്യാനുള്ളതൊക്കെ അയാൾ ചെയ്യട്ടെ. എങ്ങനെ വരുമെന്ന് നോക്കാം. നോക്കാനൊന്നുമില്ല മോളെ. ഈ കേസ് അന്വേഷിക്കുന്നത് സുഗുണപാലന. ഏത് കോടതി എന്ത് വിധിച്ചാലും നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ സാറിന് ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കാനാണോ ഉദ്ദേശം? ഉമ്മ ഒന്ന് ചുമ്മാതിരിക്കും.
ഇദ്ദേഹം നമ്മൾ ഒരു ചുക്കും ചെയ്യില്ല, ചുമ്മാ പേടിപ്പിക്കോ. അത് മോക്ക് ചുമ്മാ തോന്നുന്ന. ഈ സുഗുണപാലൻ ഒരു കാര്യം തീരുമാനിച്ച അത് നടപ്പാക്കി അടങ്ങൂ. എനിക്ക് ഉറപ്പാ, ഇതുവരെ ആർക്കും അറിയാത്ത നിഗൂഢമായ ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. നിനക്കൊരു പരിചയമില്ലാത്ത ഒരാളിനു വേണ്ടി നിന്നെ കൊണ്ടൊരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ എത്തിച്ച് ഈ ഉത്തരവ് വാങ്ങിയ ബുദ്ധിക്ക് പിന്നിലെ ലക്ഷ്യം അതെന്താണെന്നറിയാതെ ഈ സുഗുണപാലന അടങ്ങത്തില്ല മോളെ. അത് ഞാൻ പറഞ്ഞാ മതിയോ? അതോ ഇനി ഈ പാവങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്നുണ്ടോ? എന്റെ ദൈവം തമ്പുരാനെ, ഞാൻ എന്തായി കാണുന്നത്? ആരായി വന്നിരിക്കുന്നേ? അത് ശരിക്കും മനസ്സിലാക്കാൻ സാറിന് കുറച്ചുകൂടി സമയം വേണ്ടിവരും. പക്ഷെ അപ്പൊ സാറിന്റെ മുഖത്ത് ഈ പുച്ഛത്തിന്റെ ചിരി കാണത്തില്ല. അങ്ങനെ ഇവളും എമിലിയും തമ്മിൽ ബന്ധമൊന്നുമില്ലാന്ന് സാർ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചാലോ? എന്നാ പിന്നെ ആ തെളിവ് കാണിച്ചിട്ട് മേഡം ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകും. ഇതേ എന്റെ സ്റ്റേഷന്. എന്റെ സ്റ്റേഷൻ എന്ന് പറയുമ്പോ സാറിന് ഭാര്യ വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയതാണോ? ആ അത് പോട്ടെ. എന്തായാലും സാർ ചോദിച്ച സ്ഥിതിക്ക് തെളിവ് ഞാൻ തരാം. അതിനു മുൻപ് സാർ വേറൊന്ന് കാണണം. ദാ നോക്ക്, ഞെട്ടരുത്. ഓ, മേഡത്തിന്റെ തിരിച്ചറിയൽ കാർഡായിരിക്കും. ഇതാ നോക്കട്ടെ. എന്തായാലും സാർ ചോദിച്ച സ്ഥിതിക്ക് തെളിവ് ഞാൻ തരാം. അതിനു മുൻപ് സാർ വേറൊന്ന് കാണണം. ദാ നോക്ക്, ഞെട്ടരുത്. ഓ, മേഡത്തിന്റെ തിരിച്ചറിയൽ കാർഡായിരിക്കും. ഇതാ നോക്കട്ടെ. എന്താ സുഗുണപാലൻ സാറേ, മാഡം എന്നുള്ള വിളി ഇനി അങ്ങോട്ട് സ്ഥിരാക്കുമല്ലേ? മാഡം, അത് ഞാൻ അറിയാതെ. വേണ്ട, സാരമില്ല. ഇനി മറ്റാരും ഇത് അറിയാൻ വേണ്ട, അതിങ്ങ് തന്നേക്ക്. ഇതെന്താണെന്ന് എനിക്കും സാറിന് മാത്രമേ അറിയൂ. മൂന്നാമതൊരാൾ ഇതറിഞ്ഞാൽ അത് സാറിൽ നിന്നേ അറിയൂ. അതുകൊണ്ട് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ഓക്കെ? ശരി മാഡം. ഇനി സാർ ചോദിച്ചതിനുള്ള ഉത്തരം, ഇവളും എമിലിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്, എന്തിനു വേണ്ടിയാണ് ഇവളെ കൊണ്ട് തന്നെ ഞാനിത് ചെയ്യിച്ചതെന്ന് സാറിന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ദാ നോക്ക് സാർ, ഇപ്പൊ സാറിന് മനസ്സിലായോ ഇവൾക്ക് ഇതിലുള്ള ബന്ധം എന്താണെന്ന്? ഇത് മേഡത്തിന് എവിടെ കിട്ടി? സുഗുണൻ സാറേ, ദൈവം കൊണ്ടുവന്ന തെളിവായതെന്ന് കരുതിയാൽ മതി. എന്റെ ഒക്കെ ആ പെണ്ണും തമ്മില് നല്ല കൂട്ടായിരുന്നു സാറേ. സാറേ, എന്റെ മോനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ സാർ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ കേസിലെ പ്രതി ജയകൃഷ്ണനല്ലേ? നൗഫലിന്റെ കൊലപാതകം ജയേട്ടന്റെ തലയിൽ കെട്ടിവെച്ചത് സാറും കൂടി ചേർന്നല്ലേ? പക്ഷേ ഈ സൗഹൃദം സാറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? സാറേ, സത്യത്തിൽ മരിച്ചത് എന്റെ മോൻ തന്നെയാണോ സാറേ? എന്താ സാറിന്റെ മുഖത്തൊരു ഞെട്ടൽ? ഏയ്, ഒന്നുമില്ല. അല്ല സാറേ, കത്തിക്കരിഞ്ഞു മരിച്ചത് നൗഫല് തന്നെയാണെന്ന് വിശ്വസിക്കാറായോ? അല്ല, അത് പിന്നെ മരിച്ചത് അവൻ തന്നെയാ. അവൻ തന്നെയാ. പക്ഷേ അതിനൊരു ഉറപ്പില്ല അല്ലേ സാറ്? സുഗുണപാലൻ സാറ് ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണം. എമിലിയുടെ കേസ് സത്യസന്ധമായിട്ടൊന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സാറിനൊരു കാര്യം മനസ്സിലാവും. നൗഫലിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. നമ്മുടെയൊക്കെ ജീവിതം വളരെ നിസ്സാരമാണ് സാർ.
മരിക്കുന്നതിന് മുൻപ് ഒരു നന്മയെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ സാറിന് ഇതൊരു അവസരമായിട്ട് എടുക്കാം. അപ്പോ ഞാനിവരെ കൊണ്ടുപോയിക്കോട്ടെ. ശരി, നിങ്ങൾ വയ്ക്കും. ഉമ്മ ഇറങ്ങി. അപ്പൊ ശരി സർ. സർ, ഒരു കാര്യം കൂടി. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഇപ്പൊ നമുക്കിടയിലുണ്ട്. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കേണ്ടത് സാറിന്റെ ഉത്തരവാദിത്വ. എമിലിയുടെ മിസ്സിങ്ങിന് പിന്നാലെ പോയാൽ കൊല്ലപ്പെട്ടത് നൗഫൽ തന്നെയാണോ അല്ലയോ എന്ന് സാറിന് അറിയാൻ പറ്റും. അപ്പൊ ശരി.